സ്വാമി, നമുക്ക് ആ പ്രശ്നം അവസാനിപ്പിച്ചാലോ? ഏത് പ്രശ്നം? തന്റെ സാറുമായിട്ടുള്ള തർക്കം. ഇനി അത് നീട്ടിക്കൊണ്ട് പോണ്ട. മനസ്സിലായില്ല. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. കക്ഷികൾ തമ്മിൽ ധാരണയിലെത്തുന്നു, കേസ് പിൻവലിക്കുന്നു. അതൊരു നല്ല കാര്യം. രണ്ടു കൂട്ടർക്കും അതാ നല്ലത്. ഞാൻ ശരിക്കും ആലോചിച്ചു. കേസ് തീരാൻ ഒരുപാട് കാലം എടുക്കും. എന്തിനാ അത്രയും കാലം അയാളായിട്ട് ദ്രോഹിക്കുന്നത്? നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനൊരു നീക്കം നടത്തിയതാ. അന്ന് ഒത്തുതീർപ്പ് വേണ്ടാന്ന് സാറാ തീരുമാനിച്ചത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാ തന്നോട് ഞാനിത് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ജയശങ്കറിനെ കൊണ്ട് കോംപ്രമൈസിന് താൻ സമ്മതിപ്പിക്കണം. ഞാനാണെങ്കിൽ ഇത്തിരി ടൈറ്റില്ല. ക്യാഷിന്റെ ഫ്ലോ കുറഞ്ഞു. അതെന്റെ ബിസിനസിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നും സാറിന് എതിർപ്പൊന്നുമില്ലായിരുന്നു. മോളും മരുമോനാ ഇടംകോലിട്ടത്. കേസ് കഴിയട്ടെ എന്ന് അവര് പറഞ്ഞപ്പം അതെന്നാ ശരിയെന്ന് സാറിന് തോന്നി. ഇപ്പൊ പിന്നെ അവരുമായിട്ട് ചർച്ചയൊന്നും ചെയ്യില്ലല്ലോ. വഴക്കല്ലേ രണ്ടു കൂട്ടരും തമ്മില്? വഴക്കൊക്കെ തന്നെയാ. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പം ചർച്ച ചെയ്യാനാണ് സാധ്യത. നിരഞ്ജൻ സാർ ഇപ്പം ഒന്നിലും ഇടപെടുന്നുമില്ല. എന്നാലും തീരുമാനം എടുക്കുന്നത് അയാൾ തന്നെയാണ്. ആ വീടിന്റെ കടിഞ്ഞാൻ ഇപ്പോഴും നിരഞ്ജൻ സാറിന്റെ കയ്യിലാണെന്ന് തന്നെ പറയാം. അപ്പൊ അത് നടക്കില്ലേ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊന്ന് സംസാരിച്ചു നോട്ടെ. ചിലപ്പോ സമ്മതിച്ചാലോ? സമ്മതിച്ചാൽ അയാൾക്ക് കൊള്ളാം. എനിക്കെന്റെ ക്യാഷ് ബ്ലോക്ക് ആയെന്നേ ഉള്ളൂ. അയാൾക്ക് അങ്ങനെയല്ല. അയാളുടെ ജീവിതമാണ് ബ്ലോക്കായത്. അത് പറഞ്ഞ് മനസ്സിലാക്ക്. ഇത് അവസാനത്തെ ചാൻസ് ആണെന്ന് പറ. ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. അതും കൂടി പറഞ്ഞേക്ക്. എല്ലാം ഞാൻ പറയാം. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനിയെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. നിക്ക്. സാധാരണ ഇറങ്ങുന്ന സമയമല്ലല്ലോ. ഇന്നെന്താ നേരത്തെ? ഒരാവശ്യമുണ്ട്. ആവശ്യമൊക്കെ എനിക്കറിയാം. അവനെ കാണാനല്ലേ? ആരെ കാണാൻ? ആ സിദ്ധുവിനെ. അമ്മേ, സിദ്ധുവിനെ കാണാനാണെങ്കിൽ സിദ്ധുവിനെ കാണാൻ എന്ന് തന്നെ ഞാൻ പറയും. എനിക്കതിനൊരു പേടിയുമില്ല. ഇത് ഓഫീസിലെ ഒരു ആവശ്യം. പാവൻ ചന്ദ്ര. എന്താമ്മ പറഞ്ഞു? അല്ല, പാവൻ ചന്ദ്രന്ന് പറയായിരുന്നു. അമ്മ രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ അമ്മേ? ഞാൻ പറയുന്നതാണല്ലോ കുഴപ്പം. ആ, ഒരു കാര്യം പറയാൻ മറന്നു. അമ്മയുടെ മാനസപുത്രനില്ലേ ശരത്ത്, അവനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യും. മതിയടി പറഞ്ഞത്. ഇങ്ങനെയുണ്ടോ ഒരു അസൂയ? കൊണ്ടല്ലേ? ഞാനിപ്പോ പറഞ്ഞ പമ്മിക്ക് കൊണ്ടല്ലേ? ഇതുപോലൊക്കെ തന്നെയാ മറ്റുള്ളവർക്കും. പിന്നെ അവരെപ്പോഴാ പോകുന്നത്? ആര്? ആ പ്രഭാവതി അമ്മ. എനിക്കറിയില്ല. അതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ? ലക്ഷണം കണ്ടിട്ട് ഇവിടെ തന്നെ സ്ഥിരതാമസാക്കുന്ന തോന്നുന്നു. അവരോട് ഇറങ്ങി പോവാൻ പറയാൻ എനിക്ക് പറ്റില്ല. വേണ്ട, ആ കർമ്മം ഞാൻ നിർവഹിച്ചോളാം. ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെ അവരെ ഞാൻ ഇവിടുന്ന് പറിച്ചെറിയും. പ്രേമിച്ച് ഒരു ദിവസം വന്നപ്പോ എന്തൊരു പുകിലായിരുന്നു ഇവിടെ. അതുപോലെ പെരുമാറാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നുമല്ല. പ്രഭാവതി അമ്മയുടെ പ്രഭ ഞാനായിട്ട് മാറ്റിക്കോളാം. നിത്യമോളുടെ മനസ്സ് മാറിയോ അമ്മേ? അത് മാറും പ്രഭാവതി. അപ്പോ ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ആരായാലും ഒന്ന് പേടിക്കില്ലേ പ്രഭുമോളെ? കെട്ടു നടക്കുന്ന സ്ഥലത്തുനിന്നല്ലേ പോലീസ് വന്ന് കൊണ്ടുപോയത്? അതിന്റെ ഒരു ഞെട്ടലുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. എല്ലാത്തിന്റെയും കാരണക്കാരി ആ ഒറ്റ ഒരുത്തിയാ, ദേവിക. അവൾ എന്തിനാ ഇങ്ങനെ നിത്യ ദ്രോഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ വീടിപ്പോ അവളുടെ പേരില്ല. അതിന്റെ അഹങ്കാരം. ഭരണമെന്ന് വെച്ചാൽ സഹിക്കാവുന്നതിനോ അപ്പുറമായി. എന്ത് ചെയ്യാനാ?
മനോഹരനാണെങ്കിൽ കിടപ്പായി പോയി. കയറി ചെല്ലാൻ വേറൊരു സ്ഥലവും ഇല്ല. അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കാമായിരുന്നില്ലേ? കടം തീർക്കണ്ട എങ്ങനെയാ ആധാരം കിട്ടുന്നേ? ആധാരം ബാങ്കിലിരിക്കല്ലേ. ആകെ പടം നോക്കിയ ഒരു സമാധാനവും ഇല്ല മോളെ. ഏക ആശ്വാസം ആ കല്യാണം. അതിന് നിത്യ സമ്മതിക്കണ്ടേ? എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. കല്യാണം കഴിഞ്ഞ ഉടനെ ശരത്ത് പറഞ്ഞ ഒരു വീട് വാടകയ്ക്ക് എടുക്കാമെന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? മോനൊരു വീടെടുത്താൽ എല്ലാവർക്കും കൂടെ പോയി താമസിക്കാമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാ ഞാൻ. എന്തിനാ വീട് വാടകയ്ക്ക് എടുക്കുന്നേ? കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ദുബായിൽ പോവാലോ. അവിടെ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് കിടക്കല്ലേ, അവിടെ താമസിക്കാം. അത് മതി, അതാ നല്ലത്. കഷ്ടം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അപ്പാർട്ട്മെന്റിന്റെ മുന്നിലുള്ള ബാൽക്കണിയിലെ ഞാൻ കുറച്ച് ചെടികൾ നട്ടിരുന്നു. അതിന് വെള്ളം ഒഴിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് പറഞ്ഞു പോയതാ. ജോലിക്കാരില്ലേ മോളെ അവിടെ? കീ കൊടുക്കാൻ പറ്റുമോ? അയ്യോ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിക്കുമല്ലേ. ആ അത് ശരിയാ. ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ, അതാണ് പരമാർത്ഥം. ആപ്പിൾ കഴിച്ചു കഴിയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് വല്ലതും വേണം സാറിന്? വേണ്ടി വരും. അതെ, എന്താണ് അമ്മയുടെ പരിപാടി? അമ്മയുടെ പരിപാടി എന്തെന്ന് അമ്മയോട് തന്നെ ചോദിക്കണം. എന്നാലേ അമ്മയോട് തിരിച്ചു പോകാൻ പറയണം. വൈകിട്ട് ഞാൻ വരുമ്പോ അവരോട് കാണരുത്. എന്റെ അമ്മയോട് നിൽക്കുന്നോട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? പല പ്രശ്നമുണ്ട്, അതൊന്നും നീ അറിയണ്ട. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. സൗകര്യമില്ല. മതിയടി അഹങ്കരിച്ചത്. കൂടുതൽ അഹങ്കരിച്ചാലേ സുതി പോയടത്തൊക്കെ പറഞ്ഞു വിടും ഞാൻ. എന്നാ ഒന്ന് ചെയ്ത് കാണിക്കടാ. പലപ്പോഴായല്ലോ നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നേ. ഇതുവരെ ഒരു ചെറു വിരലനക്കാൻ നിന്നെ കൊണ്ട് പറ്റിയോ? പക്ഷെ നിന്നെ ഞാൻ ജയിൽ വരെ എത്തിച്ചു. ഇനി ഞാൻ നിന്നെ ശ്മശാനത്തിൽ എത്തിക്കും. അതിനുള്ള ഒരുക്കങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നേ. ഇറങ്ങി പോടി എന്റെ മുന്നിൽ നിന്ന്. അത് നീ നിന്റെ തള്ളയോട് പറഞ്ഞാ മതി. ഇത് എന്റെ വീടാ. ഇവിടെ കിടന്ന് വെളച്ചിലെടുത്ത റോഡിൽ കിടക്കും പറഞ്ഞേക്കാം. എന്നാ ചേടി എടി ചെയ്യാൻ. എടി എന്നെ ഒന്ന് ഇറക്കി വിടാൻ. ഇറക്കി വിടും. എപ്പോ? എന്താ എന്താ പ്രശ്നം? വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുമോ അമ്മേ? വൈകുന്നേരം ഞാൻ വരുമ്പോ അവരെ ഇവിടെ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേ നീ വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത് പറഞ്ഞേക്കാം. അമ്മ ഒരു പോകുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല അമ്മയ്ക്ക. ഞാൻ നിന്റെ ജോലിക്കാരിയാണോ? നീ പറയുന്നൊക്കെ അനുസരിക്ക. നിനക്ക് വേണമെങ്കിൽ നീ ഇറക്കി വിട അവരെ. അമ്മ ഇവിടെ നിന്നോട്ടമ്മേ. അങ്ങനെ ഇപ്പൊ നിക്കണ്ട. വയ്യാതിരിക്കുന്ന ഇവനോട് എന്തിനാടി രാവിലെ വഴക്കിടുന്നേ? ഇവൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. അവൻ റെസ്റ്റ് ചെയ്തോട്ടെ. പക്ഷെ അവന്റെ അമ്മയെ പറഞ്ഞു വിട്ടേക്കണം, അല്ലെങ്കിൽ വീതം മാറും. പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഞാനിവിടുന്ന് ഇറങ്ങാൻ പോവാ. കയറിക്കിടക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തവരൊന്നുമല്ല ഞാനും എൻ്റെ അമ്മയും. നിങ്ങളെയൊക്കെ സ്നേഹിച്ചു പോയി. അതിന്റെ പേരില ഈ അപമാനം മുഴുവനും ഞാനും എൻ്റെ അമ്മയും സഹിക്കേണ്ടി വരുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ പ്രയാസം. എന്ത് ചെയ്യാനാ മോനെ? അവൾ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അമ്മയെ കുറ്റം പറയും. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം അമ്മ കൊടുത്തു. ആരാ അവര്? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരാള്. സുധിസാറിന്റെ കൂടെ ഒരു ദിവസം പോലും താമസിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെന്ന് ഓർക്കണം. എന്നിട്ടും അവർ ഈ വീടിന്റെ ഓണറെ ഭരിക്കാൻ തുടങ്ങി. ശരിയാ മോൻ പറഞ്ഞത്. അന്നേ അവളെ അടിച്ചിറക്കണമായിരുന്നു. അന്നത് തോന്നാതിരുന്നത് മണ്ടത്തരായിപ്പോയി. ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലമ്മേ. കഴിഞ്ഞത് കഴിഞ്ഞു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ഈ വീട് ഒരു മുങ്ങിത്താഴുന്ന കപ്പലാമ്മേ. ഇതിന്ന് എത്രയും പെട്ടെന്ന് ചാടി രക്ഷപ്പെടാനാ എന്റെ ശ്രമം. ഞാനും അമ്മയും ഇന്ന് തന്നെ പോവും. പോയാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പൊ കല്യാണം? കല്യാണമൊക്കെ നടക്കും.
ഞാൻ വാക്ക് മാറ്റുന്ന ഒരുത്തനല്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങിപ്പോവാൻ അവൾ എന്നോട് അമ്മയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞില്ലേ അമ്മേ? അനുസരിച്ചില്ലെങ്കിൽ അവൾ അടിച്ചിറങ്ങും. എന്തിനാ അമ്മേ അതിനുള്ള അവസരം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? അവൾ അങ്ങനെ ചെയ്ത നമ്മൾ എല്ലാവരും ഇറങ്ങും. മനോഹരേട്ടൻ അടക്കം എല്ലാവരും. അങ്ങനെ ഇപ്പൊ അവള് നെകളിക്കണ്ട. മോന്റെ അമ്മ എങ്ങോട്ടും പോവില്ല. അത് ഞാൻ തടഞ്ഞോളാം. അറിയാലോ, നിന്നെ ഇറക്കി വിട്ടപ്പോ നമ്മൾ പ്രയോഗിച്ച ആ തന്ത്രം അത് തന്നെ ഇത്തവണയും നമ്മൾ പ്രയോഗിക്കും. വെറുതെ എങ്ങനെ ഭീഷണിപ്പെടുത്തി താമസിക്കണോ അമ്മേ? അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ലേ? ഈ വീട്ടിൽ താമസിക്കാൻ ഒരു അഭിമാനക്കുറവും വേണ്ട മോനെ. ഇതെന്റെ വീടാ. ഇപ്പൊ ഇത് അവളുടെ പേരിലാണെങ്കിലും മനോഹരേട്ടൻ എണീറ്റ ആ ആധാരം റദ്ദാക്കാൻ ഞാൻ വിചാരിച്ച സാധിക്കും. ധൈര്യമായിട്ടിരിക്കും മോനെ. നിങ്ങൾക്ക് എങ്ങോട്ടും മാറേണ്ടി വരില്ല. ഈ സ്നേഹത്തിന് മുന്നിലാമേ ഞാൻ തോറ്റുപോകുന്നു. ഇത് ലാസ്റ്റാമേ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ഉണ്ടായാ ഞാൻ ഇറങ്ങിപ്പോ. അത് വേണ്ടി വരില്ല മോനെ. അവളിനി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. അതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കോളാം. സാറേ, സാറേ, ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് തങ്കച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ പറഞ്ഞു, അവര് സാറിനിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് അവർക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടില്ലെന്ന് ഞാൻ ശപിച്ചു. അത് ഏറ്റമട്ട എങ്ങനെ കോംപ്രമൈസിന് അവർ തയ്യാറായി. ഇത് നമ്മൾ കുറെ മുമ്പും കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ സാർ? അതുപോലെ അല്ല സാറേ ഇത്തവണ. മുമ്പ് വിട്ടുവീഴ്ച ചെയ്യാൻ രണ്ടു കൂട്ടിനും തയ്യാറായിരുന്നില്ലല്ലോ. ഇത്തവണ ഏതാണ്ട് അവർ തയ്യാറായ മട്ട. ഇനി തയ്യാറാവേണ്ടത് നമ്മളാ. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല സ്വാമി. ഹോസ്പിറ്റൽ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തൽക്കാലം ഞാനില്ല. അതൊക്കെ സംസാരിക്കുക സാറേ. ഇത്തവണ തങ്കച്ചി അതിനൊക്കെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നു. എന്തായാലും കോടതി കേസ് നടക്കുകയല്ലേ? കേസൊക്കെ തീരെ എത്ര കാലം എടുക്കും? അത്രയും കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? തങ്കച്ചിക്ക് പറ്റും, കയ്യിൽ കാശുണ്ട്. നമ്മളെപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെ മാറണം സാറിന് ആഗ്രഹമില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് കോംപ്രമൈസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ പുതിയ വ്യവസ്ഥകൾ? അതൊന്നും സംസാരിച്ചിട്ടില്ല. ആദ്യം വേണ്ടത് സാറിന്റെ സമ്മതമാണല്ലോ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് അക്ഷരയുടെയും നിരഞ്ജനയുടെ അഭിപ്രായം ചോദിക്കണം. അതെന്തിനാണ് സാറേ? അത് വേണം സ്വാമി. അവർ കൂടി ഇടപെട്ടതല്ലേ ഈ കേസിൽ. കോടതിയിൽ കേസ് കൊടുക്കാനും മറ്റും അവരല്ലേ മുൻകൈ എടുത്തത്. അപ്പോൾ എല്ലാ വിവരങ്ങളും അവരെ അറിയിക്കണ്ടേ? അവർ സമ്മതിച്ചില്ലെങ്കിലോ? ആദ്യം ഞാനൊന്ന് സംസാരിക്കട്ടെ, പിന്നെയല്ലേ അവർ സമ്മതിക്കുകയോ ഇല്ലേ എന്നൊക്കെ അറിയുക. എന്തായാലും എല്ലാ വിവരങ്ങളും അവരോട് പറയാം. അല്ലെങ്കിൽ അത് മര്യാദകേടാ സ്വാമി. എന്താ അത് പറഞ്ഞപ്പോൾ സ്വാമിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു വാട്ടം? ഒന്നുമില്ല സാറേ, അവരോട് പറയാം. എനിക്ക് സമ്മതമല്ല. തങ്കച്ചിയായിട്ടുള്ള ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറുമല്ല. പ്രശ്നം തീരണ്ട മാഡം. എന്ത് പ്രശ്നം? ഈ വീടിന്റെ കാര്യമാണെങ്കിൽ അത് കോടതി നോക്കുന്നുണ്ട്. കേസ് നടക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. അവര് കാണിക്കുന്ന ഉമ്മാക്കികൾ കണ്ട് പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സ്വത്ത് ഡാഡിയുടേതായതുകൊണ്ട് ഡാഡിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. മാഡം, ആ തങ്കച്ചി കലി പൂണ്ട് നിൽക്കുക. അവരുടെ വായടപ്പിക്കാനാ സ്ഥലം വിറ്റ് കാശ് കൊടുത്തത്. ആ പണം വിശാലെടുത്ത് കൊണ്ടുപോയി. പണം കിട്ടിയില്ലെങ്കിൽ തങ്കച്ചി ഇങ്ങനെ ഉപദ്രവിച്ചും കൊണ്ടേയിരിക്കും. എന്തിനാ വെറുതെ അങ്ങനെ ഒരു ശല്യം നമ്മൾ സഹിക്കുന്നത്? തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി എന്നുള്ളത് നേരല്ലേ? എന്തായാലും അത് തിരിച്ചു കൊടുക്കും വേണം. ഇത്രയും കാലം പലിശ എത്ര കൊടുത്തു? മുതലിനേക്കാൾ കൂടുതൽ കൊടുത്തില്ലേ? തൽക്കാലം കോടതി ഉത്തരവ് വരട്ടെ. അതുവരെ അങ്ങോട്ട് ചെന്ന് കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ മാഡം, സാറല്ല ഇതിനൊന്നും പോണത്.
ഞാനാ പോണത്. എല്ലാം പറഞ്ഞ് ധാരണയിലെത്തും. നമ്മളായി മുൻകൈ എടുത്ത് തീർത്തതായിട്ട് വരില്ല. ഇതിൽ തനിക്ക് എന്താ ലാഭം? ലാഭം? അതെ, ലാഭം. തോൽക്കുമെന്ന് ഉറപ്പുള്ളൊരു കേസില് തങ്കച്ചിയെ സഹായിക്കലാണല്ലോ താനിപ്പോ ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രതിഫലം കിട്ടില്ലേ? എന്നെ അങ്ങനെയാണോ മാഡം കണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെയാ കണ്ടിരിക്കുന്നത്. ഡാഡിക്ക് തന്നെ വലിയ വിശ്വാസമായിരിക്കും. അത് ഡാഡിയുടെ വിവരക്കേട്. എനിക്കങ്ങനെയല്ല. താനൊരു പെരുങ്കള്ളന. താൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണ ഈ കോംപ്രമൈസ്. വെറുതെ എന്നെ കുറ്റപ്പെടുത്തേണ്ട മാഡം. ഞാൻ ഈ കുടുംബത്തിന്റെ നന്മ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഡാഡി അത് വിശ്വസിക്കുമായിരിക്കും, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഡാഡിയോളം മണ്ടിയല്ല. തങ്കച്ചിയായിട്ട് കോംപ്രമൈസ് വേണ്ട. കേസ് നടക്കട്ടെ, ബാക്കി വിധി വന്നതിന് ശേഷം തീരുമാനിക്കാം. പറഞ്ഞു വിട്ടവരോട് തന്നെ പോയി പറഞ്ഞേക്ക്. നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ഞാൻ പലതും തീരുമാനിച്ചിട്ടുണ്ട്. അതിലേത് തീരുമാനമോ അമ്മയ്ക്ക് അറിയേണ്ടത്? എന്റെ ഭാവിയെക്കുറിച്ച് പറ. ഇനിയുള്ള കാലം ഞാൻ എവിടെ കഴിയും? ഇവിടെ കഴിയണം, എൻ്റെ ഒപ്പം കഴിയണം. എനിക്കത് സമ്മതം അല്ലെങ്കിലോ? എങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം. നീ ഒരുത്തം കാരണമല്ലേ ഞാൻ ഇങ്ങനെ ആയത്. വഴക്കിനുള്ള പുറപ്പെടാന്ന് എനിക്ക് അതിനൊട്ടും താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, നീ കാരണമാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് കാശ് വേണം. ഏത് കാശ്? എന്റെ സ്ഥലം വിറ്റ കാശ്. അതുകൊണ്ടേ കളഞ്ഞത് ഞാനാണോ? പിന്നെ ഞാനാണോ? നിന്നോട് ദേഷ്യമുള്ളവരാ എന്റെ കാശ് എടുത്തോണ്ട് പോയത്. സ്വന്തം കയ്യിലിരിക്കുന്ന കാശ് സൂക്ഷിക്കാനുള്ള മിടുക്ക് അമ്മ കാണിക്കണമായിരുന്നു. അത് കാണിക്കായിരുന്നു ആരാ? എന്നിട്ട് എന്നെ കുറ്റം പറയുന്ന അമ്മ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. വേണ്ട, എന്നിട്ട് എല്ലാ കാലവും നമുക്ക് ഇതുപോലെ കഴിയാം. രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ഇവിടെ പേടാപ്പാട് വിടുക. അപ്പോഴാ അമ്മ ഇപ്പൊ പെരുവഴിയിലൊന്നും അല്ലല്ലോ കിടക്കുന്നത്. തൽക്കാലം ഇവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഞാനിത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കാരണം എന്തായാലും അത് വന്നുകൊണ്ടത് എനിക്കാ. നന്നാവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പഴയ ജീവിതമൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാ ക്ലിനിക്കിൽ ജോലിക്ക് കയറിയത്. അതിപ്പോ ഇങ്ങനെയോ ആയി. ഞാൻ വിചാരിച്ച രക്ഷപ്പെടാൻ പറ്റും. എല്ലാ കുറ്റവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. എന്തിന്? അതൊന്നും വേണ്ട. ഈ ജയിലെന്ന് പറയുന്നതേ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് മണ്ടത്തരങ്ങളൊന്നും കാണിക്കണ്ട. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുമ്പോൾ തെറ്റ് ചെയ്ത ഞാൻ പുറത്ത്, ഞാനിതെങ്ങനെ സഹിക്കും? പണ്ട് ഞാൻ പലരെ ഉപദ്രവിച്ചിട്ടുണ്ട്, നിരപരാധികളെ. അതിനുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയത്. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാതെ ആർക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല പൊന്നുമണി. ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സത്യത്തിൽ ആ പേഴ്സൺ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാശായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കിട്ടുമെന്നായപ്പോ എല്ലാം ഞാൻ മറന്നു. സ്വന്തവും ബന്ധവും എല്ലാം. പറഞ്ഞത് ശരിയാ, ഇതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാതെ എനിക്ക് ലോകം വിട്ട് പോകാൻ പറ്റില്ല. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക. ആരെയും ഉപദ്രവിക്കാതിരുന്ന അത്രയും നല്ലത്.
അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് തന്നെ ചെയ്തത് തിരിച്ചു കിട്ടും. എന്നോട് ഓർക്കണം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ കൈ തീരുമെന്ന്. പോകാൻ നോക്ക്, സമയപ്പോൾ തീരും. ഇത് ജയില, വീടല്ല. പ്രിയാന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്? ആ അതെ. എന്തേ? വിളിച്ചു പറഞ്ഞിട്ടില്ലേ നമ്മൾ വരുമെന്ന്? ആ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ എന്തിനാ വരുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. അത് നന്നായി. പറഞ്ഞിരുന്നെങ്കിൽ വരണ്ടാന്ന് ചിലപ്പോ പ്രിയയുടെ ഏട്ടൻ പറഞ്ഞേനെ. അങ്ങനെ പറയോ? അല്ലെങ്കിൽ തട്ടിപ്പിനാരെങ്കിലും കൂട്ടു നിൽക്കൂ? ചന്ദ്ര കൂട്ടു നിൽക്കുന്നില്ലേ? സ്വന്തം കൂട്ടുകാരനെ ഒറ്റ കൊടുക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടാവുക?